ഹായ് ഗായ്സ്, മദർഹുഡ് ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി അമ്മമാര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങുന്നില്ല, കുഞ്ഞിന് തീരെ ഉറക്കമില്ല, ഡേ ടൈമിൽ നന്നായി ഉറങ്ങുന്നുണ്ട്, നൈറ്റ് ടൈമിൽ ഉറങ്ങുന്നില്ല, അല്ലെ ചിലർക്ക് നൈറ്റിൽ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, എന്നാൽ ഡേ ടൈമിൽ ഉറങ്ങുന്നില്ല, എന്താണ് ചേച്ചി ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ, ചേച്ചിക്ക് അറിയാമോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിനുള്ളൊരു മറുപടി എനിക്ക് പറയാൻ ഏറ്റവും അവകാശമുള്ള ഒരു അമ്മ ഞാനാന്ന് ഞാൻ പറയുള്ളൂ. എന്താണെന്നറിയാമോ, എൻ്റെ മോൻ ഒരു 1.25 വയസ്സ് വരെ രാത്രിയിൽ ഉറങ്ങുകയില്ലായിരുന്നു. ഞാൻ അവനെ കൊണ്ട് ഒത്തിരി വിഷമിച്ചെന്ന് പറഞ്ഞാൽ, ഇവൻ ജനിച്ചതിന് ശേഷം ഒരു 1.25 വയസ്സ് വരെ അവൻ ഉറങ്ങിയിട്ടില്ല. എത്ര ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങുന്നില്ല. പിന്നെ എനിക്ക് ഇതിന്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളും ഞാൻ പലരോടും അന്വേഷിച്ച് അങ്ങനെ കുറച്ച് നല്ല ട്രിക്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഇവൻ നന്നായി ഉറങ്ങാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാനും ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പം ഡേ ടൈമിൽ എല്ലാവരും പറയും, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് പകല് കിടന്ന് നമ്മളോട് ഉറങ്ങാൻ പറയും. പക്ഷെ അങ്ങനെയൊന്നും നമുക്കങ്ങ് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ആ സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത്. അപ്പൊ എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കറക്റ്റ് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, സക്സസ് ആകുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം അങ്ങനെ എൻ്റെ കുഞ്ഞ് എന്നെ കൊണ്ട് വിഷമിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അവന്റെ കാര്യത്തിൽ ഞാൻ സക്സസ് ആയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ ഉറങ്ങണമെങ്കിൽ എന്താണ് വേണ്ടത്? അവർക്ക് കടക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡേ ടൈമിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, അതായത് പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് വരുന്ന റൂമൊന്നും ആയിരിക്കും. നമ്മൾ റൂം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൊട്ടിൽ കെട്ടുമ്പോൾ ഒരിക്കലും പുറത്തു നിന്നൊക്കെ വല്ല സൗണ്ട് വെക്കുന്നയോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വളർത്തുന്നത്, അവരുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ പാടില്ല. അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് വല്ലാതെ കേൾക്കുന്ന ഒരു റൂം ആയിരിക്കരുത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ ഒരു കോർണറിലോട്ട് മാറി നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു റൂമിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങോട്ട് വലിയ സൗണ്ട് ഒന്നും എത്താത്ത രീതിയിൽ അങ്ങനെ ഒരു റൂം വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു, മാക്സിമം പുറമേ നിന്നുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഒന്നും കുഞ്ഞുങ്ങൾ കേൾക്കാതിരിക്കാൻ പാകത്തിനുള്ള റൂം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂമിന്റെ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള രീതി നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പൊ വേനൽക്കാലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ചൂടായിരിക്കും. അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ബോഡി നോക്കുക. കുഞ്ഞുങ്ങൾക്ക് തലയൊക്കെ നല്ല വേർക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളൊരു AC ഇട്ട് കൊടുക്കാനൊന്നും ഞാൻ പറയുകയില്ല കേട്ടോ. നമ്മൾ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മളൊരു നല്ല ഫാൻ വാങ്ങി വെച്ചാൽ മതി. വാൾ ഫാനും ടേബിൾ ഫാനും ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഫാൻ വാങ്ങി വെച്ചാൽ മതി. ഇപ്പൊ കൂളർ ആണെങ്കിൽ തന്നെ കൂളറിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വാട്ടർ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് അത്രയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഫാനാണ്. അപ്പൊ ഫാൻ നിങ്ങൾക്ക് എത്ര വേണേലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കുഞ്ഞിന്റെ കംഫർട്ടിനനുസരിച്ച് റൂമിലെ ടെമ്പറേച്ചർ നമ്മൾ ആക്കി കൊടുക്കുക. ഇനി തണുപ്പ് കാലമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാനിന്റെ സ്പീഡ് കുറച്ചിട്ടേക്കുക. കുഞ്ഞിന് വേണ്ടതനുസരിച്ച് മാത്രം ടെമ്പറേച്ചർ നമ്മൾ റെഡിയാക്കുക. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ റൂമിലെ ലൈറ്റ്. ഇപ്പൊ ഡേ ടൈമിൽ ഓക്കെ കുഴപ്പമില്ല, നൈറ്റ് ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലൈറ്റ് മാത്രം മതി, ഓവർ ലൈറ്റ് ഇട്ട് കിടക്കരുത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം, അതായത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ലൈറ്റ്, നേരെ ലൈറ്റ് വരുമ്പോൾ തന്നെ മനസ്സിലാവണം കുഞ്ഞുങ്ങൾ ഇത് ഉറങ്ങാനുള്ള സമയമാണ്, രാത്രിയാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണെന്നുള്ളത് നമ്മൾ ഡെയിലി അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ പതിയെ നമുക്ക് വേണം, ഇപ്പൊ പുറമേ നിന്നൊക്കെ ഒരു ലൈറ്റ് നമ്മുടെ റൂമിലോട്ട് വരുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ലൈറ്റിന്റെ ആവശ്യമില്ല, ആ ഒരു ലൈറ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം, ലൈറ്റിന്റെ കാര്യത്തിലും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ തൊട്ടി. ഇപ്പൊ ഡേ ടൈമിലുള്ളവരോട് തന്നെ പറയുന്നത്, ഡേ ടൈമിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തൊട്ടി, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ പറയാം ഒരു കറക്റ്റ് പ്രൊസീജിയർ എന്താണെന്നുള്ളത്. തൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തൊട്ടിയുടെ തുണി എന്ന് പറയുന്നത് അതും നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പൊ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരിക്കലും പോളിസ്റ്ററിന്റെയോ ഒരു ബനിയൻ ടൈപ്പിന്റെയോ ബ്ലാങ്കറ്റ് ഒക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ തുണിയായിട്ട്. അത് യൂസ് ചെയ്യരുത്. കാരണം അവർക്ക് ഒന്നും കൂടെ ചൂട് കയറുകയുള്ളൂ അവരുടെ ബോഡിയിൽ. അപ്പം ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യണം, നല്ല കോട്ടന്റെ തുണി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കെട്ടിക്കൊടുക്കുക ചൂട് സമയത്ത്. എന്നാൽ തണുപ്പ് സമയത്താണോ, ഇപ്പൊ വിന്റർ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോളിസ്റ്ററിന്റെ ഈ പറയുന്ന ബ്ലാങ്കറ്റ് ടൈപ്പിലുള്ള തുണികളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കെട്ടിക്കൊടുത്തോളൂ. അപ്പൊ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ അവരുടെ തൊട്ടിത്തുണി വരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി
കുഞ്ഞുങ്ങളെ ഉറക്കാനുള്ള ഒരു പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഫസ്റ്റ്, നമ്മളിപ്പോൾ രാത്രി സമയത്താണേലും ഇപ്പം കുഞ്ഞുങ്ങളെ ഇപ്പം പകൽ സമയത്തൊക്കെ നമ്മൾ പകൽ ഒരു നേരം കുളിപ്പിക്കുള്ളൂ. രാത്രിയിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് രാത്രിയിലെ കാര്യം പറയാം. രാത്രിക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കിടത്തുന്നതിന് മുമ്പ് അവരുടെ ബോഡി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കഴുകാം കേട്ടോ. അതിന് കുഴപ്പമില്ല, ഇളം ചൂടുവെള്ളത്തിൽ. എന്നാൽ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉറങ്ങാത്ത മക്കളാണെങ്കിൽ ഒരു കോട്ടൺ തുണിയെടുത്ത് ഒന്ന് നനച്ചിട്ട് അത് പിഴിഞ്ഞ് കുഞ്ഞിന്റെ ബോഡി ഫുള്ള് ബോഡി നന്നായിട്ടൊന്ന് നമ്മൾ വൈപ്പ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞിനെ ഡ്രസ്സ് ധരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഡ്രസ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ബോഡി സ്യൂട്ട് പോലത്തെ അങ്ങനത്തെ ഡ്രസ്സാണ്. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ബോഡി സ്യൂട്ട് അല്ലേ. അപ്പം അത് നിങ്ങൾക്ക്, അതായത് കൈയും കാലും എല്ലാം മൂടി കിടക്കുന്ന ഡ്രസ്സ്, അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ കൈയിട്ടുള്ള ഒരു ബനിയനോ ഒരു ഫുൾ പാൻറ്റോ കുഞ്ഞു പാൻറ്റൊക്കെ കിട്ടുമല്ലോ, അത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇടിയിച്ചു കൊടുക്കുക, ഡ്രസ്സ് ഇടിയിക്കുക. ഇത് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ കുഞ്ഞിനെ നന്നായി കളിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമക്കളെ എന്താ കളിപ്പിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുമല്ലേ. കുഞ്ഞുമക്കളെ കളിപ്പിക്കാൻ പറ്റും എങ്ങനെയാ, നമ്മൾ അവരെ നന്നായി ചിരിക്കും. അവരിങ്ങനെ കൈയും കാലിട്ടൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ലാസ്റ്റ് ടയേർഡാവും, വല്ലാണ്ട് ടയേർഡാവും. അവർ നന്നായി നമ്മൾ കളിപ്പിക്കുക, നമ്മൾ കൂടുതലും ചിരിപ്പിച്ച് കൊഞ്ചി വർത്താനൊക്കെ പറഞ്ഞ് നന്നായി. അല്ലെങ്കിൽ ഇപ്പം ഒരു വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കളിക്കാൻ എണീറ്റിരുന്നൊക്കെ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ബെഡിൽ തന്നെ ഇരുന്ന് നമ്മൾ നന്നായി കളിച്ച് അവർ ടയേർഡാവും. ഈ ടയേർഡായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അപ്പം തന്നെ ഫീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വയറ് ഫുള്ളാക്കാൻ പാകത്തിന് നമ്മൾ ഫീഡ് ചെയ്യണം. 2 ബ്രസ്റ്റ് നമ്മൾ കൊടുത്തു നിർത്തോണ്ട് ഒരു കുഴപ്പമില്ല, അവരുടെ വയറ് നമുക്ക് ഫുള്ളായി കിട്ടണം. ഇത് ഫുള്ളായി കഴിഞ്ഞിട്ട് അല്ലെ ഒരൊറ്റ വഴിയുണ്ട്, ഒന്നെങ്കിൽ നമ്മൾ കിടത്തിക്കൊണ്ട് തന്നെ കിടത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൂക്ക് പ്രസ് ആവാതെ ശ്രദ്ധിക്കണം, അവർക്ക് ശ്വാസം മുട്ടാൻ പാടില്ല. അപ്പൊ കറക്റ്റ് പൊസിഷൻ ആയിരിക്കണം. കിടത്തിക്കൊണ്ട് ഈ ടയേർഡായ കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അവിടെ തന്നെ അറിയാണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോക്കോളും. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. ഇനി അതല്ല, കുഞ്ഞുങ്ങളെ നിങ്ങൾ കുടിപ്പിച്ചതിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടിയിലിട്ട് അവരെ ഒന്ന് ആട്ടി തൊട്ടി കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ, അവർ ഉറങ്ങുമല്ലോ, ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം, അപ്പാടെ എടുത്തിട്ട് നിങ്ങൾ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും അപ്പാടെ, അതായത് റൂമിന്റെ ടെമ്പറേച്ചറും ലൈറ്റും എല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾ കിടത്താൻ പാകത്തിന് നിങ്ങൾ ഒരുക്കി വെക്കുക. അപ്പൊ തൊട്ടിയിൽ നിന്ന് എടുത്ത് കുഞ്ഞിനെ നേരെ നിങ്ങളുടെ ഒപ്പം കടത്തുന്ന ആ സ്പോട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പാല് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് അതായത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഒന്ന് കണ്ണ് തുറന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ നിപ്പിൾ അവരുടെ വായിലെത്താൻ പാകത്തിനായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതങ്ങനെ കൊടുത്തിട്ട് അവർ ഉറക്കം വിടുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്തോണ്ടാക്കി കിടത്തി കഴിഞ്ഞാൽ അവർ അതേപോലെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അപ്പൊ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഡയപ്പർ നിങ്ങൾ ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് എത്രത്തോളം അത് ലീക്ക് ആവുന്നതാണോ ഒക്കെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഒരു വെറ്റ്നസ് അവരുടെ ബോഡി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം പിള്ളേർ അതിനപ്പുറത്തേക്ക് ഉറങ്ങത്തില്ല, പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ അവരുടെ ഡയപ്പറിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക. ക്ലോത്ത് ഡയപ്പർ ആണെങ്കിൽ അത് മതി. എനിക്കിപ്പം എക്സ്ട്രാ അബ്സോർബൻസിക്കുള്ള ഒരു നന്നായി അബ്സോർബ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പറിങ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് പിന്നീട്, കാരണം 12 hours ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ മോനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. പിന്നെ എന്താ വെച്ചാൽ ഡിസ്പോസിബിൾ ആണെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ നന്നായി കിടന്ന് ഉറങ്ങിക്കോളും. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഞാൻ അത്രയ്ക്ക് എന്റെ കാര്യത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി വരെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അവരൊന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കളിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കുഞ്ഞിന്റെ കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ റൂം നല്ല റൂമായിരിക്കുക. ടെമ്പറേച്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ടി ക്ലൈമറ്റിനനുസരിച്ചുള്ള തൊട്ടി ആയിട്ടിരിക്കുക. പിന്നെ പുറത്തുനിന്നുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഒന്നും വരാത്ത രീതിയിലുള്ള റൂം ആയിരിക്കണം. പിന്നെ റൂമിന്റെ ലൈറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ലൈറ്റ് വെക്കുമ്പം കറക്റ്റ് കുഞ്ഞ് കിടക്കുന്ന തൊട്ടീന്റെ നേരെ മുകളിൽ ലൈറ്റ് ആവരുത്. കാരണം കുഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ ഈ ബൾബിലോട്ട് നോക്കുന്ന ഒരു അവസ്ഥ വരരുത് കേട്ടോ. ഒരു സൈഡിൽ എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. ഫാൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് തലയുടെ മുകളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. ഒരു സൈഡിൽ, ഇപ്പം വാൾ ഫാൻ ആണെങ്കിൽ മുകളിൽ, സീലിംഗ് ഫാൻ ആണെങ്കിൽ ഏതായാലും ഒരു സൈഡിൽ വരുന്ന ഫാൻ ആയിരിക്കണം. ഇപ്പൊ വാൾ ഫാൻ ആണെങ്കിലോ ടേബിൾ ഫാൻ ആണെങ്കിലോ ഒക്കെ കുഴപ്പമില്ല. അപ്പം AC കൂളറൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫാൻ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കി വെക്കേണ്ടത്. അടുത്തത് പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ പറയുന്നു. കുഞ്ഞിന്റെ ബോഡി ഒന്ന് തുടച്ചെടുക്കുക. കാരണം കുഞ്ഞിന് മനസ്സിലാണ് കുഞ്ഞ് ഇത് ഉറങ്ങാൻ പോകുന്ന കുഞ്ഞാണ്, ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് കുഞ്ഞിന് മനസ്സിലാവണം. അപ്പൊ ഒന്ന് നന്നായിട്ട് കുഞ്ഞിനെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കുക. നല്ല ഡ്രസ്സ്, അതുവരെ ഇട്ട ഡ്രസ്സ് എല്ലാവരും വേറെ നല്ല ഡ്രസ്സ്
ധരിപ്പിച്ചതിന് ശേഷം കുഞ്ഞിനെ നന്നായി കളിപ്പിക്കുക. അവൻ നല്ല ടയേർഡ് ആകണം. ടയേർഡ് ആയതിനു ശേഷം ഫീഡ് ചെയ്യുക. ഒന്നെങ്കിൽ ഫീഡ് ചെയ്ത് ഉറങ്ങിയതിന് ശേഷം തൊട്ടിക്കകത്ത് കിടത്തുക. തൊട്ടിക്കകത്ത് കിടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളും ആ സമയത്ത് കിടക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫീഡ് ചെയ്ത് കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പം നിങ്ങൾ പിന്നെ കുഞ്ഞിൻ്റെ കിടക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുക. അതും ക്ലൈമറ്റിനനുസരിച്ചാണ്. ഇപ്പോൾ ചൂടുകാലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോളിസ്റ്ററിൻ്റെ ഒക്കെ ബെഡ്ഷീറ്റ് വാങ്ങാൻ കിട്ടും. അത് ഇട്ട് കൊടുത്തേക്കരുത്. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കുക. കാരണം അതിൽ നിന്നും ചൂട് കയറും കുഞ്ഞുങ്ങൾക്ക്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു 100% വിശ്വാസം. ഉറങ്ങാത്ത കുഞ്ഞുങ്ങൾ എല്ലാം ഉറങ്ങട്ടെ. കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത അമ്മമാരുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നന്നായി ഉറങ്ങും. നിങ്ങൾ ഇതുപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. അവർക്ക് പാല് നന്നായി കൊടുത്ത് ഉറക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.